الحمد لله الذي أنزل على عبده الكتاب ولم يجعل له عوجا هو الذي أرسل رسوله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد أيها الأخوة الأحباب أوصيكم وإياي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. إن الذين قالوا ربنا الله ثم استقاموا تتنزل عليهم الملائكة ألا تخافوا ولا تحزنوا وأبشروا بالجنة التي كنتم توعدون نحن أولياؤكم في الحياة الدنيا وفي الآخرة ولكم فيها ما تشتهي أنفسكم ولكم فيها ما تدعون نزلا من غفور رحيم. صدق الله. പ്രിയമുള്ള സഹോദരി സഹോദരന്മാർ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ വിധിവിലക്കുകൾ മാനിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് എന്നോട് നിങ്ങളോട് ആദ്യമായി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. ജീവിതത്തിൻ്റെ ഏത് മേഖലകളിൽ പ്രവർത്തിച്ചു വിജയിക്കാൻ ആത്മവിശ്വാസം അനിവാര്യമാണ്. നമുക്കറിയാം, ആത്മവിശ്വാസം ഉണ്ടാക്കുന്നതിനെ സംബന്ധിച്ച് ഒരുപാട് ക്ലാസ്സുകളും പഠനങ്ങളും പുസ്തകങ്ങളും ഒക്കെ ആധുനിക ലോകത്തുണ്ട്. ധാരാളം പഠനങ്ങൾ നടത്തപ്പെട്ടിട്ടുണ്ട് ആ വിഷയത്തിൽ. ട്രെയിനിങ് ക്ലാസ്സുകൾ നടക്കുന്നുണ്ട്. ബിൽഡിംഗ് കോൺഫിഡൻസ്, സെൽഫ് കോൺഫിഡൻസ് എന്നൊക്കെ പറയാം. യഥാർത്ഥത്തിൽ ഈ ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ആത്മവിശ്വാസ നിർമ്മാണം മനുഷ്യൻ ഉണ്ടാക്കാൻ പറ്റുമോ? വിശ്വസിക്കാൻ തെളിവുകൾ ആവശ്യമാണ്. തെളിവുകൾ മനസ്സിലാക്കണമെങ്കിൽ അറിവ് വേണം. അപ്പോൾ വിശ്വാസത്തിന്റെ മുന്നേ ആവശ്യമായ സംഗതി അറിവാണ്. ഈ അറിവ് മനുഷ്യന് സ്വന്തം നിലയ്ക്ക് ഉണ്ടാക്കാൻ പറ്റുമോ? വളരെ ആഴത്തിലുള്ളതാണ് യഥാർത്ഥത്തിൽ വിഷയം. നമ്മളൊക്കെ കൈകാര്യം ചെയ്യുന്നതാണ്, പക്ഷെ അത്ര ഗഹനമായി നമ്മളതിലേക്ക് പോകാറില്ല എന്നുള്ളതാണ്. ഗഹനമായി ഒന്ന് പോയി കാര്യങ്ങൾ മനസ്സിലാക്കിയാൽ ജീവിത പ്രശ്നങ്ങളെ നേരിടാൻ വളരെ എളുപ്പമായ ഒരു വഴി നമുക്ക് അതുവഴി ഉണ്ടാവും എന്നുള്ളതൊരു സംശയം. അറിവ് എന്നാൽ എന്താണ്? നമുക്കറിയാം അറിവ് എന്നാൽ എന്താണ്. പക്ഷെ ഒന്ന് ഡിഫൈൻ ചെയ്താൽ പറഞ്ഞാൽ, നിർവചിക്കാൻ പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ്. എന്താണ് അറിവ്? അറിവ് എന്നാൽ വളരെ ലളിതമായി തിരിച്ചറിയാനുള്ള കഴിവ്, തിരിച്ചറിവ്. ഒരാൾ കോഴിക്കോട് തിരിച്ചെത്തി എന്ന് പറഞ്ഞാൽ പണ്ടയാൾ കോഴിക്കോട് ഉണ്ടായിരുന്നു എന്നാണ് എൻ്റെ അർത്ഥം. അപ്പൊ തിരിച്ചറിയണമെങ്കിൽ അറിവ് വേണം. അപ്പൊ അറിവ് അവിടെ ഉണ്ടാവണം, എങ്കിൽ തിരിച്ചറിയാൻ പറ്റും. തിരിച്ചറിവാണല്ലോ യഥാർത്ഥത്തിൽ. ഞാനാണെന്നും ഭാര്യ ഭാര്യയാണെന്നും ഉമ്മ ഉമ്മാണെന്നും പെങ്ങളാണെന്നും മറ്റുള്ളവരാണ്, വസ്തുക്കൾ, ഇങ്ങനെ ഓരോന്നോരോന്ന് തിരിച്ചറിയണം.
വിവേചിച്ച് തിരിച്ചറിയാനുള്ളൊരു കഴിവ്. അത് മനുഷ്യന് നിർമ്മിക്കാൻ പറ്റില്ല എന്നാണ്. പിന്നെ അറിവും വിശ്വാസവും നമുക്ക് നിർമ്മിക്കാൻ സാധ്യമാവില്ല. ചിലർക്കത് പുതിയ അറിവായിരിക്കും. നമുക്ക് അറിവുണ്ടാക്കി കളയാം എന്നാണ് പലരും വിചാരിക്കുന്നത്. ഒരു വിശ്വാസം നിർമ്മിച്ചു കളയാം എന്നാണ് വിചാരിക്കുന്നത്. സാധ്യമല്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നു. അല്ലാഹുവാണ് നൽകുന്നത്. മനുഷ്യൻ ആദ്യമായി നൽകിയത് പല പ്രാവശ്യം സൂചിപ്പിച്ചതാണ്. വഅല്ലമ ആദമൽ അസ്മാഅ കുല്ലഹാ. ആദമിന് പേരുകൾ നാമങ്ങളെല്ലാം പഠിപ്പിച്ചു എന്നാണ് തഫ്സീറുകളിലൊക്കെ എഴുതി വെച്ചിട്ടുണ്ടാവുക. ഐഡന്റിഫിക്കേഷൻ കപ്പാസിറ്റി, അതായത് വിവേചിച്ച് തിരിച്ചറിയാനുള്ള കഴിവ് നൽകി എന്നതാണ് അതുകൊണ്ട് സൂചിപ്പിക്കുന്നത്. അപ്പോ അല്ലാഹു സുബ്ഹാനഹു വ തആല ആദമിനെ സൃഷ്ടിച്ച് അതിൽ അവന്റെ റൂഹ് ഊതി കഴിഞ്ഞപ്പോൾ അവന്റെ മനസ്സിൽ അറിവ് എന്നൊരു സംഗതി നിക്ഷേപിച്ചു. ജ്ഞാനം, ഇൽമ്, അടയാളം അവശേഷിപ്പിക്കുന്നത് എന്നാണ് അർത്ഥം. ആലം. എന്നിട്ട് ഓരോന്നിനെയും നിരത്തിയിട്ട് അത് തിരിച്ചറിയുന്നുണ്ടോ എന്ന് അവർ ടെസ്റ്റ് നടത്തി. ആദമിന് ഇതെല്ലാം കപ്പാസിറ്റി കൊടുത്താണ് വെച്ചു. അപ്പോ കൂടെയുള്ള മലക്കുകളെ വിളിച്ചിട്ട് ഈ കുറെ വസ്തുക്കളെ കാണിച്ചൊരു ചിത്രീകരണം. അംബിഊനി അസ്മായി ഹൗലായി, നിങ്ങളിതേക്ക് ഒന്ന് തിരിച്ചറിഞ്ഞ് പറഞ്ഞാൽ ലാ ഇൽമ ലനാ ഇല്ലാ മാ അല്ലംതനാ. ഉടനെ മലക്കുകളും പരിശുദ്ധരായ മാലാഖമാർ, ഹയർ ലെവലിൽ അല്ലാഹു തആല സൃഷ്ടിച്ചിട്ടുള്ള മാലാഖമാരാണ്. വിവരങ്ങൾ നീ ഞങ്ങളെ പഠിപ്പിച്ചതല്ലാതെ ഒരു വിവരമില്ല. ഇതെന്തിനാണ് നമ്മളെ ബോധ്യപ്പെടുത്തുന്നത് വെച്ചാൽ, ആർക്കെങ്കിലും എന്തെങ്കിലും അറിവ് ലഭ്യമായിട്ടുണ്ടെങ്കിൽ അത് നാം പഠിപ്പിച്ചതാണ് എന്ന് നീ മനസ്സിലാക്കണം. ലളിതമാണ്, പക്ഷെ ആഴത്തിലുള്ളതാണ് വിഷയം. ആരെങ്കിലും എന്തെങ്കിലും അറിവ് സ്വായത്തമാക്കിയാൽ അത് നാം നിന്നെ പഠിപ്പിച്ചതാണ് എന്ന് നീ മനസ്സിലാക്കണം എന്നതിനാണ് ആ ചിത്രീകരണം. എന്നിട്ട് ആദമിനോട് പറഞ്ഞു കൊടുത്തു. ഫലമ്മ അൻബഅഹും, അതായത് അവരോട് കാര്യങ്ങളൊക്കെ പറഞ്ഞപ്പോ ആലാലം അബ്ദുല്ലതും മാലാത്തായാലും എനിക്കറിയാം, നിങ്ങൾക്കറിയാത്തത് എനിക്കറിയാം, നിങ്ങൾക്കറിയില്ലേ എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല ചോദിച്ചു. അപ്പൊ മൊത്തം ജ്ഞാനം അല്ലാഹുവാണ്. അള്ളാഹിന്റെ അടുത്തുനിന്നല്ല, അല്ലാഹുവാണ്. കാരുണ്യം എന്നത് അല്ലാഹുവാണ് എന്ന് പറയുന്ന പോലെ അല്ലാഹു അക്ബർ, മഹാൻ, അല്ലാഹു അഹദ്, അല്ലാഹ് എല്ലാം അറിയാമെന്നുള്ള അർത്ഥത്തിലാണ് നമ്മൾ ഉപയോഗിക്കുന്നത്. അല്ല, അറിവെന്നത് അത് തന്നെയാണ്. അല്ലാഹു എന്നുള്ള അറിവ് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനിലേക്ക് പകരുന്നു, റൂഹ് പകരുന്നത്. ഇവിടെ വരുമ്പോൾ അത് സൃഷ്ടിയാവും. അവിടെ സൃഷ്ടാവിന്റെ ഉന്നതമായ സ്ഥാനം. അപ്പൊ അറിവിന്റെ കാര്യം എങ്ങനെ? അപ്പൊ അറിവ് നമുക്ക് വേണം. ഉള്ളിലുള്ള അറിവിന് സർട്ടിഫൈ ചെയ്യുന്ന സംഗതിയാണ് പുറമെയുള്ള സാധനങ്ങളെ, വസ്തുക്കളെ മനസ്സിലാക്കി തിരിച്ചറിയുന്നു. ഇത് അതാണ് എന്ന് തിരിച്ചറിയുന്നു. വിശ്വാസത്തെ കുറിച്ചൊരു ബൈബിൾ കഥ ഉണ്ട്. അതിന്റെ 2ാം ഭാഗം ഖുർആൻ സർട്ടിഫൈ ചെയ്യുന്നുണ്ട്. അപ്പൊ അതുകൊണ്ട് ആ കഥ ഏതാണ്ട് ശരിയായിരിക്കാൻ സാധ്യതയുണ്ട്. ഖുർആനിലും ഹദീസിലൊന്നും കാണുന്നില്ല. അപ്പോൾ ഒരു പഴയ കാല ബൈബിൾ കഥയാണ്. ആദമിനെ സൃഷ്ടിച്ച് ഈ വക പരീക്ഷണങ്ങൾ കഴിഞ്ഞ ശേഷം അല്ലാഹു തആല ആദമിന്റെ മുതുകലിൽ തടഞ്ഞു. അതൊക്കെ ഹദീസിലുള്ളതാണ്. എന്നിട്ട് ലോകാവസാനം വരെ വരാനുള്ള മുഴുവൻ ആത്മാക്കളെയും പുറത്തു വെച്ചു. അല്ലാത്തത് വളരെ എളുപ്പമുള്ള സംഗതിയാണ്. ഇത് ഭൂമിയിലല്ല. ഈ ഭൂമിയിൽ വരുന്നതിന് മുമ്പ് അല്ലാഹുവിന്റെ ഹദറത്തിൽ എവിടെയോ ആണ്. സ്ഥലമൊന്നും പറഞ്ഞിട്ടില്ല, കാലവും പറഞ്ഞിട്ടില്ല. എന്നിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ചോദ്യം ചോദിച്ചു. നിങ്ങളാരാണ്? ഞാനാരാണ്? ബൈബിൾ കഥയിൽ പറയുന്ന മറുപടി ഈ ആത്മാക്കളെല്ലാം ഒരേ സ്വരത്തിൽ പറഞ്ഞു, നീ തന്നെയാണ്, ഞങ്ങൾ തന്നെയാണ് എന്ന് പറഞ്ഞാൽ വിശ്വാസമില്ലാത്ത അറിവിന്റെ ഡിഫക്റ്റ് അവിടെ കാണിക്കുക. അറിവുണ്ടായിട്ട് തിരിച്ചറിഞ്ഞിട്ടും അത് യഥാർത്ഥത്തിൽ ഉറപ്പിച്ചു പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം. അപ്പൊ അറിവിനോടൊപ്പം വിശ്വാസവും വേണം. ഏതറിവിനെയും പിൻബലം വിശ്വാസമാണ്. വിശ്വാസമില്ലാത്ത അറിവ് ഒരു തരം പാഴറിവാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു ഹിക്മത്ത് പ്രയോഗിച്ചു എന്നാണ്. ഈ ആത്മാക്കൾക്കൊക്കെ വിശപ്പിന്റെ ഒരു ടേസ്റ്റ് അനുഭവപ്പെടുത്തി. അതായത് വിശപ്പ് വെച്ചു.
അപ്പൊ ആത്മാക്കള് വിശന്ന് കരഞ്ഞു, അല്ലെങ്കിൽ കാന്തരംഗപ്പെട്ടു എന്ന് പറഞ്ഞാൽ നിൽക്കക്കള്ളിയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. നിലനിൽക്കാനുള്ള സാഹചര്യം ഉണ്ടായപ്പോ നേരത്തെ അറിയും രക്ഷിതാവ്, പക്ഷെ അത് ആവശ്യം വരുമ്പോഴേ അത് ബോധ്യമുള്ളൂ. ഞങ്ങൾ നിസ്സഹായരാണ് എന്നുണ്ടായിച്ചു, രക്ഷിക്കാനൊരാൾ വേണം, അതുകൊണ്ട് രക്ഷിക്കണേ എന്ന് വിളിച്ചു എന്നാണ്. അപ്പൊ അല്ലാഹു സുബ്ഹാനഹു വ തആല വിശപ്പ് മാറ്റി. ആ വിശപ്പ് മാറ്റിയിട്ട് ഒരു ചോദ്യം ചോദിക്കുന്നു. അത് ഖുർആൻ പറഞ്ഞു, വഅശ്ഹദഹും അലാ അൻഫുസിഹിം, ഓരോ ആത്മാവിനെയും ബോധ്യപ്പെടുത്തിക്കൊണ്ട്. അപ്പൊ അള്ളയും മനുഷ്യാത്മാവും മലക്കുകളും ഒക്കെ സാക്ഷിയായിട്ടാണ് ഒരു ചോദ്യം ചോദിക്കണം. അലസ്തു ബിറബ്ബിക്കും, ഞാനല്ലേ നിങ്ങളെ രക്ഷിച്ചത്, നിങ്ങളുടെ രക്ഷിതാവ് ഞാനല്ലേ എന്നവരോട് ചോദിച്ചു. അപ്പൊ ഒരു ജ്ഞാനം പഠിപ്പിക്കാൻ ഒരു പ്രയാസം, ഒരു ബുദ്ധിമുട്ട്. അപ്പൊ വിജ്ഞാനം കരസ്ഥമാക്കാൻ ബുദ്ധിമുട്ടും പ്രയാസം ഇല്ലാതെ സാധ്യമാവില്ല എന്നൊരു വ്യവസ്ഥ അല്ലാഹു സുബ്ഹാനഹു വ തആല തീരുമാനിച്ചതാണ്. അവരെല്ലാവരും പറഞ്ഞു, അതെ ഞങ്ങളിതാ സാക്ഷ്യം വഹിച്ചിരിക്കുന്നു, നീ ഞങ്ങളുടെ രക്ഷിതാവ് തന്നെയാണ്. ഇത് മറ്റൊരു ചിത്രീകരണം. എല്ലാ മനുഷ്യാത്മാക്കൾക്കും അവന്റെ രക്ഷിതാവ് അല്ലാഹുവാണ് എന്ന ബോധം നാം കൊടുത്തിട്ടുണ്ട്. ലോകത്ത് നിരീശ്വരവാദികളായി നടക്കുന്ന ആളുകൾക്കും, മുശ്രിക്കുകളായി നടക്കുന്ന ആളുകൾക്കും, മുനാഫിക്കുകളായി നടക്കുന്ന ആളുകൾക്കും, സത്യവിശ്വാസികൾക്കൊക്കെ ഒരുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല ആണ് ഏകനായ സംരക്ഷകൻ എന്ന ബോധം നഫ്സിൽ ഇംപ്ലാന്റ് ചെയ്തിട്ടുണ്ട് എന്ന് എല്ലാം അറിയുന്ന കാരുണ്യവാനായ തമ്പുരാൻ നമ്മളെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പൊ നമ്മൾ ചിലരൊക്കെ പറയും, അങ്ങ് അകലെ പ്രാന്തപ്രദേശങ്ങളിൽ ദേവത്തുണ്ടാകുന്ന ആൾ എന്താ ചെയ്യുക, അതിനെക്കുറിച്ച് നമ്മൾ വേദന വേണ്ടതില്ല. അത് അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. മനുഷ്യാത്മാവായ ആരെങ്കിലും സൃഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ അവനാവശ്യമായ ജ്ഞാനവും അവനാവശ്യമായ വിശ്വാസവും നാം നൽകിയിരിക്കുന്നു എന്നതാണ്. എന്നിട്ട് വെറുതെ വിടുന്നില്ല. ഇനി നിങ്ങളെ ഞാൻ ഭൂമിയിലേക്ക് വിടും, അത് കഴിഞ്ഞ് അവിടെ നിന്ന് അവസാനിപ്പിച്ചിട്ട് പരലോകം എന്ന് പറഞ്ഞ ഒരു വിചാരണ ആ സമയത്ത് അന്ന് നിങ്ങളെ വിളിച്ചിട്ട് നിങ്ങൾ ചോദിക്കും, ഇത് അനുസരിച്ചിട്ടുണ്ടോ എന്ന് ചോദിക്കും. അന്നേരം നിങ്ങൾ പറയാതിരിക്കാൻ അൻ തഖൂലു യൗമൽ ഖിയാമത്തി ഇന്നാ കുന്നാ അൻ ഹാദാ ഗാഫിലീൻ, ഇപ്പൊ ഞാനിത് ചെയ്യുന്നത് ഖിയാമത്ത് നാളിൽ ഞങ്ങൾ ഇതിനെക്കുറിച്ച് അശ്രദ്ധരായിരുന്നു, ഞങ്ങൾക്ക് ഏകനായ ഒരു രക്ഷിതാവ് ഉണ്ടായിരുന്നു എന്ന കാര്യം നമുക്ക് ആരും പറഞ്ഞു തന്നില്ല, നമുക്ക് അറിയില്ലായിരുന്നു, അല്ലെങ്കിൽ അശ്രദ്ധരായിരുന്നു എന്നൊന്നും എന്നോട് പറയാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പോൾ ഞാൻ നിങ്ങളെ ഇത് ബോധ്യപ്പെടുത്തുന്നത് എന്ന് അർത്ഥശങ്കകളില്ലാതെ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയും. ചിലപ്പോൾ നിങ്ങളിങ്ങനെ വറവ് തഖൂലു ഇന്നമാ അശ്റക ആബാഉനാ മിൻ ഖബ്ലു വ കുന്നാ ദുർരിയ്യതൻ മിൻ ബഅദിഹിം അഫതുഹ്ലികുനാ ബിമാ ഫഅലൽ മുബ്തിലൂൻ, അല്ല ഞങ്ങൾ മുശ്രിക്കുകളായ ആളുകളുടെ മക്കളായിട്ടാണ് ജനിച്ചത്, ഞങ്ങൾക്ക് മുമ്പേ ഞങ്ങളുടെ പൂർവ്വപിതാക്കന്മാർ ബഹുദൈവ വിശ്വാസികളായിരുന്നതുകൊണ്ട് അവരെ കണ്ടാണ് ഞങ്ങൾ പഠിച്ചത്, ഞങ്ങൾക്ക് ആരും പ്രത്യേകിച്ചൊന്നും പറഞ്ഞു തന്നിരുന്നില്ല എന്ന് നിങ്ങൾ ഒരു പക്ഷേ പറഞ്ഞേക്കും. അന്ന് ഒഴിവൊഴിവ് സ്വീകരിക്കില്ല എന്നതിന് നിങ്ങളുടെ മനസ്സിനെ നാം ബോധ്യപ്പെടുത്തുന്നു. അതായത് നിങ്ങളുടെ മനസ്സിന്റെ അടിസ്ഥാന സ്വഭാവം അങ്ങനെ ആക്കിയിരിക്കുന്നു. അതിലേക്ക് നിങ്ങൾ ഊന്നാൻ തയ്യാറുണ്ടെങ്കിൽ ഡെവലപ്പ് ചെയ്യും, അതല്ലാതെ അവഗണിച്ചാൽ നിങ്ങൾക്കത് നഷ്ടപ്പെട്ടു പോകും എന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. വകദാലിക നുഫസ്സിലിൽ ആയാതി വലഅല്ലഹും യർജൂൻ. പിന്നെ ഈ ലോകത്ത് അത്ര ആളുകൾ ജീവിച്ചിരിക്കുന്ന പ്രവാചകന്മാർ വഴി ഈ കഥ നാം പറഞ്ഞു കൊടുക്കുന്നത് നിങ്ങളെ നിങ്ങളുടെ തോന്നിയാസം അവസാനിപ്പിച്ച് യഥാർത്ഥ അറിവിലേക്കും വിശ്വാസത്തിലേക്കും കടന്നു വരുന്നതിന് വേണ്ടിയാണ്, മടങ്ങി വരുന്നതിന് വേണ്ടിയാണ്. അപ്പോ വളരെ ക്ലിയർ ആയിട്ട് ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ മനുഷ്യന്മാർക്കും അടിസ്ഥാന ആവശ്യമായ ഈമാൻ ഫിത്റയും, അതായത് പ്രകൃതത്തിലെ വിജ്ഞാനവും വിശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല നൽകിയിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഇവിടെ വിശ്വാസവും വിജ്ഞാനം, ഈ വിജ്ഞാനവും വിശ്വാസം വെച്ചുകൊണ്ടാണ് ഓരോരുത്തരും മുന്നോട്ട് പോകേണ്ടത്. ഈ വിശ്വാസത്തെ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ വളർത്താൻ നമുക്ക് പറ്റും. അപ്പൊ വിശ്വാസം നിർമ്മിക്കാൻ പറ്റില്ല, വിശ്വാസത്തിനെ വളർത്താൻ സാധിക്കും. അറിവ് നിർമ്മിക്കാൻ പറ്റില്ല, അറിവ് വർദ്ധിപ്പിക്കാൻ നമുക്ക് സാധിക്കും.
ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഒരു ബേജാറുണ്ടാവുകയാണെങ്കിൽ അതിന്റെ അർത്ഥം നമുക്ക് അതിനെക്കുറിച്ച് കാര്യമായി അറിയില്ല എന്നാണ്. ഭാവിയെ കുറിച്ച് ബേജാറുണ്ടാവും, രോഗം വന്നാൽ ബേജാറുണ്ടാവും, കച്ചവടത്തെ കുറിച്ച് ബേജാറുണ്ടാവും, മക്കളെ കുറിച്ച് ബേജാറുണ്ടാവും, യാത്രയെ കുറിച്ച് ബേജാറുണ്ടാവും. ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഒരു ലേശം ബേജാറുണ്ടാവുക എന്നുള്ളത് അല്ലാഹു സുബ്ഹാനഹു വ തആല ഏർപ്പെടുത്തിയ ഒരു വ്യവസ്ഥയാണ്. കാരണം അല്ലെങ്കിൽ ഈസിയെ കൈകാര്യം ചെയ്യണം. ഒരു ലേശം ഖൗഫ് അത് ആവശ്യമാണ്. ഫിയർ വേണം. ഫിയർ ഫോബിയ ആവാനല്ല, പേടി കൊണ്ട് ആകപ്പെടെ കുലുമാനല്ല. ഒരു സൂക്ഷ്മതയ്ക്ക് എപ്പോഴും ലേശം പേടി ആവശ്യമാണ്. എങ്കിലേ മനുഷ്യനൊരു ഉഷാറാവുള്ളൂ, അവനൊരു പാട്ടുണ്ടെന്ന് അവന് തോന്നുള്ളൂ. അപ്പൊ അതുകൊണ്ട് ഒരു സംഗതിയുടെയും ആ തുടങ്ങുമ്പോൾ തന്നെ അതിന്റെ റിസൾട്ടിനെ കുറിച്ച് അവൻ പറഞ്ഞു കൊടുക്കില്ല, ഒരു ലേശം ബേജാറിച്ചു. അപ്പൊ ആ ബേജാറും കൊണ്ട് അവനെങ്ങനെ നശിച്ചു പോകാൻ വേണ്ടി അല്ല യഥാർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ആ ബേജാറ് വരുമ്പോ പറഞ്ഞത് ഖുൽ റബ്ബി സിദ്നി ഇൽമാ, പഠിച്ചവനെ എനിക്ക് വിവരം വർദ്ധിപ്പിച്ചത്. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് പറഞ്ഞ നമുക്കെല്ലാം പാഠമാണ്. ഈ വിഷയത്തെ കുറിച്ച് എനിക്ക് നീ ജ്ഞാനം വർദ്ധിപ്പിച്ചു തരണേ, ഈമാൻ വർദ്ധിപ്പിച്ചു തരണേ, വിശ്വാസം വർദ്ധിപ്പിച്ചു തരണേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അപ്പൊ ഇതൊക്കെ വിശ്വാസം വിജ്ഞാനം. ഇത് നമ്മളെങ്ങനെ നമ്മളെ ഈ ആത്മവിശ്വാസമായി ഘടിപ്പിക്കുക? നമ്മളിലാണല്ലോ ഈ ആത്മവിശ്വാസത്തിന്റെ പ്രശ്നം. മനുഷ്യരിൽ എന്താ ഉള്ളത്? ജീവനുണ്ട്, എല്ലാവർക്കും അറിയാം ജീവനുണ്ട്. പക്ഷെ ആർക്കും ഒരു പിടുത്തം ഉണ്ടാവില്ല. ജീവൻ വരുമ്പോ പോകും. എല്ലാവർക്കും അറിയാം മനസ്സുണ്ട്, ഉണ്ടോന്ന് ചോദിച്ചാൽ ഉണ്ട്, എവിടെന്ന് ചോദിച്ചാൽ കാണാൻ പറ്റില്ല. അതുപോലെ എല്ലാവർക്കും അറിയാം റൂഹുണ്ട്, പിന്നുള്ളത് തടിയ. അപ്പൊ 4 സംഗതികളിൽ 3 വായ്പാണ്, ജ്ഞാതമാണ്. തടിയിലാണോ ആത്മവിശ്വാസമുള്ളത്? ഇത് റൂഹിലോ? ശരിക്കും ആത്മവിശ്വാസം എന്ന് പറഞ്ഞാൽ ആത്മാവിലുള്ള വിശ്വാസം. അപ്പൊ നമ്മൾ ആത്മാവിലുള്ള വിശ്വാസം ദേശം ഗഹനത്തിൽ നിന്നിട്ട് ഇറങ്ങി പഠിച്ചാല് നമുക്ക് നമ്മളെ പിടിക്കും. അപ്പൊ കാര്യങ്ങളെ നമുക്ക് നല്ല നിലയ്ക്ക് നേരിടാൻ പറ്റും. ആവശ്യമില്ലാത്ത മേഖലകളിലൂടെ ചർവണ ചർച്ചകൾ നടത്തി ദീനിനെ ഏതെങ്കിലുമൊക്കെ വഴിയിൽ വലിച്ചോണ്ട് പോയി ദീനിന്റെ യഥാർത്ഥ സൽഫലങ്ങളൊന്നും പ്രത്യക്ഷപ്പെടാത്ത വെറും പൂജാതി കർമ്മങ്ങളും ഹാവഭാവങ്ങളുമായി ദീനിനാക്കുകയും ചെയ്താൽ സാധാരണക്കാർ ദീനിൽ നിന്ന് അകത്തു. ഈ ദീനിൽ വരുന്ന ആളുകൾ, സ്വീകരിക്കുന്ന ആളുകൾ മുത്തഖീന ഇമാമ എന്ന് ദ്വാരക്കാനാണ് ആളുകൾ വിളിച്ചത്. സാധാരണക്കാരായി നടക്കാനില്ല, സൂക്ഷ്മതയുള്ളവരുടെ നേതാക്കളെ മനുഷ്യനെ മുന്നിൽ നിന്ന് നയിക്കാനുള്ള ഒരു വലിയ സംഘമാണ് ഈ സത്യവിശ്വാസം. വിശ്വാസം, ഈമാൻ, ആമന, മുഅ്മിൻ. വിശ്വാസി എന്നതിനപ്പുറം അതിൽ സുരക്ഷിതൻ എന്നർത്ഥം. വമൻ ദഖലഹു കാന ആമിന. ആ കഅബാലയത്തിന്റെ ചുറ്റുള്ള ഹറമിലേക്ക് ആരും പ്രവേശിച്ചു കഴിഞ്ഞാൽ അവൻ സുരക്ഷിതനായിരിക്കണമെന്നാണ്. ഇപ്പൊ വിശ്വാസി സുരക്ഷിതനായിരിക്കും. അതായത് ഹുവൽ മുഅ്മിൻ, അല്ലാഹുവിന്റെ പേരാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ പേരാണ് ഹുവൽ മുഅ്മിൻ. അവൻ സുരക്ഷിതത്വം നൽകുന്നവനാണ്. ആ സുരക്ഷിതത്വത്തിന്റെ കീഴിൽ സത്യവിശ്വാസി സുരക്ഷിതനായിരിക്കും. അപ്പൊ ഒരാള് സുരക്ഷിതനല്ലെങ്കിൽ ഞാൻ മുഅ്മിനാണെന്ന് പറയുന്ന അർത്ഥമില്ല. സുരക്ഷിതന് മാത്രമേ സമർപ്പിക്കാനാവൂ. സമർപ്പിച്ചാൽ അതിന്റെ അർത്ഥം സേഫ് എന്നാണ്, അതിന്റെ അർത്ഥവും സുരക്ഷിതനാണ്. നമുക്ക് മുസ്ലിം എന്ന് പറഞ്ഞാൽ രക്ഷപ്പെട്ടവൻ, സമർപ്പിതൻ രക്ഷപ്പെട്ടു. രക്ഷപ്പെട്ടാൽ സുരക്ഷയായി. അപ്പൊ സുരക്ഷിതമായ ഒരു വ്യക്തിത്വമാണ് മുഅ്മിനും മുസ്ലിം. രണ്ട് വാക്കിൽ ഒരേ അർത്ഥത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല സംവിധാനിച്ചിരിക്കുന്നു. ആഴത്തിൽ ചെന്നാൽ ഒരർത്ഥം തന്നെ. അത് അല്ലാഹുവിന്റെ സലാം എന്നാണ്. ശാന്തി. അന്ത സലാം മിൻക സലാം ഇലൈക യർജു സലാം ഹയ്യനാ റബ്ബനാ ബിസ്സലാം വഅദ്ഖിൽനാ ബിറഹ്മതിക ദാറസ്സലാം ഉദ്ഖുലുഹാ ബിസ്സലാം ഇല്ലാ ഖീലൻ സലാമൻ സലാമ. സലാം എന്ന് പറഞ്ഞാൽ പീസ്, ശാന്തി. ശാന്തിയിലെ സുരക്ഷിതത്വം. ഇപ്പൊ വിശ്വാസി സുരക്ഷിതനാവണം. അപ്പൊ എങ്ങനെ സുരക്ഷിതനാവും? വിശ്വാസിയുടെ ആത്മാവിനാവണമെന്ന് ചെയ്യാൻ പറ്റില്ല. ആത്മാവ് തന്നെ ജീവനെ പിടിക്കാൻ പറ്റില്ല. മനസ്സാണ് പിന്നുള്ളത്. ഈ ശരീരമാണെങ്കിലോ, ശരീരം ഇങ്ങനെ അനലൈസ് ചെയ്തെന്ന് കഴിഞ്ഞാൽ അവസാനം ഇലക്ട്രോണും പ്രോട്ടോണും പരപ്രാവശ്യം പറഞ്ഞ എനർജിയിലെത്തും. അവിടെ ഒട്ടുപിടുന്നുണ്ട് അവസ്ഥ. കണ്ടുകൊണ്ടങ്ങിരിക്കുന്ന ഈ ശരീരത്തെ കാണാതാവുന്ന ഒരു മാനസികാവസ്ഥ ഉണ്ടാവും. ഒടുവിൽ എല്ലാം കൂടി അള്ളയിലേക്ക് എത്തിച്ചേരാം.
ഈ പ്രപഞ്ചത്തിന്റെ ഒരു നാഥനാണ്. അല്ലാഹ് എന്ന് പറഞ്ഞാൽ എന്താ? ഇവിടെ അല്ലാഹു അൽ ഇലാഹ്, അത് ലാഹ അലിഹ എന്ന പദങ്ങളിൽ നിന്ന് എന്ന് പറഞ്ഞാൽ അദൃശ്യമായത്, ഉൾക്കൊള്ളാനാവാത്തത്. അപ്പൊ ഉൾക്കൊള്ളാനാവാത്ത അദൃശ്യമായ ഒരു എക്സിസ്റ്റൻസ്, ഏകമായ ഒരു എക്സിസ്റ്റൻസ്, അതിൽ നിന്ന് നിരന്തരമായി ലഭിച്ചുകൊണ്ടിരിക്കുന്ന ചൈതന്യത്താലാണ് നാം നിലനിൽക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാവും. അതായത് നീ നിന്റെ സെൽഫിനെ അറിഞ്ഞാൽ, നഫ്സിനെ അറിഞ്ഞാൽ നിന്റെ സംരക്ഷകനെ നിനക്കറിയാൻ പറ്റും. അപ്പൊ നമ്മളെ സെൽഫ് അന്വേഷിച്ച് പോയപ്പോ ഒന്നും കാണാനില്ല. അവസാനം അള്ളാഹുവിലേക്ക്. അള്ളാഹുവിന്റെ സെൽഫ് എന്താണ്? നഫ്സ് അള്ളാഹ് ഉപയോഗിച്ചിട്ടുണ്ട്, നമുക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. അള്ളാഹു സുബ്ഹാനഹു വ തആല സത്തയിൽ കാരുണ്യം എഴുതപ്പെടും. അവിടെ നമ്മളാ, അതായത് ശാന്തത പ്രാപിച്ച ആത്മാവ്. അപ്പൊ ഈ നഫ്സ് അള്ളാഹ് നമുക്ക് ഉപയോഗിച്ചിരിക്കുന്നു. അപ്പൊ അള്ളയും നമ്മളും തമ്മിലുള്ള ഒരു ബന്ധം, നമ്മുടെ ആത്മാവിലേക്ക് ഒഴുകി വരുന്ന ജ്ഞാനവും വിശ്വാസവും അല്ലാഹു സുബ്ഹാനഹു വ തആല പകർന്ന് നൽകിക്കൊണ്ടിരിക്കുന്നതാണ് എന്ന് ഒടുവിൽ നമുക്ക് കണ്ടെത്താനാകും. എല്ലാത്തിന്റെയും ഖജനാവ് നമ്മുടെ കൈവശമാണ്, നിങ്ങൾക്കൊന്നുമില്ല. അത് ഓരോ സന്ദർഭത്തിൽ, ആവശ്യമായ സന്ദർഭത്തിൽ, ആവശ്യമായ അളവിൽ, ആവശ്യമായ ആൾക്കാർക്ക് എത്തിച്ചു കൊടുക്കും. വിജ്ഞാനത്തിന്റെ കാര്യമാണ്. ആരെവിടെ എത്ര ഏതളവിൽ എന്ത് ജ്ഞാനം എപ്പോ നേടണം എന്നതിനെ സംബന്ധിച്ച് കൃത്യമായ ഒരു കണക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല. അപ്പൊ സത്യവിശ്വാസിയുടെ ആത്മവിശ്വാസം എന്നാൽ അല്ലാഹുവിലുള്ള ദൃഢമായ ബോധ്യമാണ്. ഞാൻ നടക്കുന്നത് അവന്റെ ശക്തി കൊണ്ടാണ്, ഞാൻ കാണുന്നത് അവന്റെ കണ്ണുകൊണ്ടാണ്, ഞാൻ എടുക്കുന്നത് അവന്റെ ശക്തി കൊണ്ടാണ് എന്ന ഒരു ബോധത്തിലേക്കാണ് ഈമാൻ കൊണ്ടെത്തിക്കുന്നത്. അതാണ് യഥാർത്ഥത്തിലുള്ള വിശ്വാസം, ആത്മവിശ്വാസം. ആത്മാവിലുള്ള വിശ്വാസം അല്ലാഹുവിലുള്ള വിശ്വാസമായിട്ടാണ് ഇസ്ലാം പറയുന്നത്. അപ്പൊ അഡീഷണൽ ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ഒരു സംഗതിയല്ല. ബാക്കിയുള്ളൊക്കെ ഫേക്കാണ്, താൽക്കാലികമായി മനുഷ്യൻ മനസ്സിലാക്കുന്ന നഷ്ടത്തിന്റെ ജ്ഞാനം മാത്രം. ജ്ഞാനം എന്ന് പറയാൻ പറ്റില്ല, വിവരം. ജ്ഞാനവും അറിവും വിവരവും നമുക്ക് ഒരുപാട് വ്യത്യാസമുണ്ട്. അപ്പോ ഓരോ മനുഷ്യനും അല്ലാഹു സുബ്ഹാനഹു വ തആല കൊടുത്തുകൊണ്ടിരിക്കുന്ന സത്യജ്ഞാനം അതെനിക്ക് ലഭ്യമായിരിക്കും, എന്റെ കൂടെ എന്റെ അല്ലാഹു ഉണ്ട് എന്നാണ്. അപ്പൊ ആ അല്ലാഹുവിനെ സംബന്ധിച്ചുള്ള ജ്ഞാനമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അല്ലാഹുവിനെ സംബന്ധിച്ച ജ്ഞാനമാണ് എന്റെ അടിത്തറ, അല്ലാഹുവിനെ സംബന്ധിച്ച വിശ്വാസമാണ് എന്റെ മൂലധനം. ഫെയ്ത്ത് ഈസ് മൈ ക്യാപിറ്റൽ. അപ്പൊ നമുക്ക് മൂലധനമുണ്ട്. നമ്മുടെ മുന്നിൽ കാണുന്ന കെട്ടിടവും കാറും വീടും സംഗതികളൊന്നും അല്ല. നമ്മുടെ മൂലധനം ഇതൊക്കെ നൽകിയ രക്ഷിതാവ് സർവശക്തനാണ്, എപ്പോഴും തരാം എപ്പോഴും മാറ്റാം എന്ന ആ ദൃഢമായ വിശ്വാസമാണ്. എനിക്ക് ആരോഗ്യമുണ്ട്, പക്ഷെ എന്റെ മൂലധനം ആരോഗ്യമല്ല. ഏത് നിമിഷവും കുഴഞ്ഞു വീണ് മരിച്ചു പോകാവുന്ന ഒരു തടിയുമായിട്ടാണ് ഞാൻ നടക്കുന്നത്. എന്റെ രക്ഷിതാവ് എന്റെ പിന്നിൽ അതിശക്തമായി നിലനിൽക്കുന്നുണ്ട്. അപ്പൊ ആ വിശ്വാസം ദൃഢമായി ഉറപ്പിക്കാൻ അല്ലാഹു സുബ്ഹാനഹു വ തആലയെ കുറിച്ച് പഠിക്കാനാവും. അപ്പോൾ അല്ലാഹുവിനെ കുറിച്ച് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ കാണാത്ത, ഉൾക്കൊള്ളാനാവാത്തതിനെങ്ങനെ പഠിക്കുക? അതിന് നമ്മൾ ഏർപ്പാടുണ്ടാക്കിയിട്ടുണ്ട്. അതായത് ആദ്യം തന്നെയാണ് പറഞ്ഞത് അവൻ അള്ളേ, ആരാധനയ്ക്ക് അർഹനാൻ അവനല്ലാതെ മറ്റാരുമില്ല. എന്തുകൊണ്ടാണെന്ന് പറയും, ആലിമുൽ ഗൈബി വശഹാദ, അവൻ ദൃശ്യാദൃശ്യ ലോകങ്ങളിലെ സംഭവങ്ങൾ കൃത്യമായി അറിയുന്നവനാണ്. റഹ്മാനുർ റഹീം, അവൻ കാരുണ്യവാനും കരുണാവാരതിയുമാണ്. വീണ്ടും അവനല്ലാതെ ആരാധനയ്ക്ക് അർഹനായി മറ്റാരുമില്ല. ഇതൊക്കെ ഉള്ളതുകൊണ്ടാണ് അവൻ ആരാധനയ്ക്ക് അർഹനായത്. അല്ലാത്ത ഒന്നും ആരാധനയ്ക്ക് അർഹനാവാൻ പറ്റൂല എന്നാണ് അള്ളാഹുവിന്റെ നിയമം. അവൻ അൽ മലിക്, അവനാണ് രാജാധികാരമുള്ളത്. അൽ ഖുദ്ദൂസ്, പരമപരിശുദ്ധനായിരിക്കുവാൻ. അസ്സലാം, അവൻ ശാന്തിയാണ്. അൽ മുഅ്മിൻ, അവൻ സുരക്ഷിതത്വം നൽകുന്നവനാണ്. അൽ മുഹൈമിൻ, കാര്യങ്ങളുടെ മേൽനോട്ടം വഹിക്കുന്നവനാണ്. നിങ്ങളുടെ ഓരോ കാര്യങ്ങളുടെയും മേൽനോട്ടം
അള്ളാഹുവിലാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളോട്. അൽ അസീസുൽ ജബ്ബാർ അൽ മുതകബ്ബിർ, അവൻ പ്രതാപശാലിയാണ്, പരമാധികാരിയാണ്, അതുപോലെ മഹത്വമുള്ളവനാണ്. സുബ്ഹാനല്ലാഹ്, അള്ളാഹുവിനെ കുറിച്ച് പറയണം. അള്ളാഹ് മാത്രമുള്ള ഒരു കഴിവാണ്. സ്വന്തത്തെ ഇങ്ങനെ പുകഴ്ത്താൻ അള്ളാഹ് മാത്രമേ കഴിയുള്ളൂ. സുബ്ഹാനല്ലാഹ്, മഹാപരിശുദ്ധൻ, അമ്മായിശുദ്ധൻ. ഇതൊന്നും മനസ്സിലാക്കാതെ വേറെ എവിടെയെങ്കിലും പോയി ദൈവത്തെ അന്വേഷിക്കണം. ആ മനുഷ്യന്മാരുടെ അവരെ തൊട്ട് എല്ലാം എന്തൊരു പരിശുദ്ധനാണ് എന്നതാണ്. വീണ്ടും പറയാം, ഹുവൽ ഖാലിഖ്, അവനാണ് സൃഷ്ടാവ്. ഹുവൽ ബാരിക്, അവനാണ് എല്ലാത്തിന്റെയും നിർമ്മാതാവ്. ഹുവൽ മുസവ്വിർ, അവനാണ് രൂപം നൽകുന്നവൻ. ലഹുൽ അസ്മാഉൽ ഹുസ്ന, കുറെ എണ്ണം ഇവിടെ പറഞ്ഞിട്ട് പറയാം. ഇതുപോലെ ഉത്കൃഷ്ടമായ ഒരുപാട് നാമങ്ങൾ അവനുണ്ട്. അവനാണ് ദാലികുമുല്ലാഹു റബ്ബുക്കും, അവനാണ് നിങ്ങളുടെ രക്ഷിതാവ്. അവനോട് യുസബ്ബിഹു ലഹു മാ ഫിസ് സമാവാതി വൽ അർദ് വഹുവൽ അസീസുൽ ഹകീം, ഈ പ്രപഞ്ചമഖിലവും അവന്റെ അവദാനങ്ങൾ, കീർത്തനങ്ങൾ വാഴ്ത്തിപ്പാടിക്കൊണ്ട് നടക്കുന്നു, വാഴ്ത്തിക്കൊണ്ട് ജീവിച്ചുകൊണ്ടിരിക്കുന്നു. അവൻ പ്രതാപശാലിയാണ്. അപ്പൊ ഇങ്ങനെയുള്ള ഒരു രക്ഷിതാവിന്റെ സംരക്ഷണയിൽ ജീവിക്കുന്നവനാണ് ഞാനെന്ന ഒരു ദൃഢമായ ബോധ്യമാണ് മനുഷ്യന്റെ ആത്മവിശ്വാസം. അങ്ങനെ ആ ആത്മവിശ്വാസം നേടാൻ തയ്യാറുള്ള ആളുകളുടെ പ്രഖ്യാപനത്തെ കുറിച്ച് പറഞ്ഞ ആയത്തുകളാണ് ഞാൻ ആദ്യം നിങ്ങളെ കേൾപ്പിച്ചത്. ഇന്നല്ലദീന ഖാലൂ റബ്ബുനല്ലാഹ്, ഞങ്ങളുടെ രക്ഷിതാവ് അല്ലാഹയാണ് എന്ന് പറയുകയും പ്രഖ്യാപിക്കുകയും, തുമ്മസ്തഖാമു, പിന്നെ പ്രായോഗിക ജീവിതത്തിൽ ഉറച്ചു നിൽക്കുകയും ചെയ്താൽ തതനസ്സലു അലൈഹിമുൽ മലായികതു അല്ലാ തഖാഫു വലാ തഹ്സനു, ആകാശ ലോകങ്ങളിൽ നിന്ന് മാലാഖമാർ അവരുടെ ഹൃദയങ്ങളിൽ ഇറങ്ങി വന്നിട്ട് നിങ്ങൾ ഭയക്കേണ്ടതില്ല, അവർക്ക് ആത്മവിശ്വാസം വളർത്തി കൊടുക്കും. വസിദ്നാഹും ഹുദാ വസാദതുഹും ഈമാനാ, ഇവിടെ അങ്ങനെയാണ് ആത്മവിശ്വാസം വളർത്തുന്നത്. അള്ളയാണ് രക്ഷിതാവ് എന്ന് അറിഞ്ഞിട്ട് ദൃഢബോധ്യത്തോടുകൂടി അതിൽ ഉറച്ചു നിൽക്കാൻ ഒരാൾ തയ്യാറായാൽ അള്ളാഹ് പറയും, ഞാൻ മാലാഖമാരായിരിക്കും നിന്റെ മനസ്സിലേക്ക്. എന്നിട്ട് നിനക്ക് ഉറപ്പ് നൽകും, ജീവിതത്തിന്റെ ചെറുതും വലുതുമായ ഓരോ സംഗതികളും നീ നേരിടുമ്പോ ഇന്ന വഴിയിൽ പോയിക്കൊള്ളൂ, ഇന്ന രീതിയിൽ ചെയ്തോളൂ, ഇന്ന രീതിയിൽ ചെയ്തോളൂ എന്ന് നിന്നെ ഉപദേശിക്കാൻ ഞാൻ എന്റെ മാലാഖമാരെ വിടും. ഇതെല്ലാ തഖാഫു വലാ തഹ്സനു പോരാ, അത് മാത്രം മതിയാക്കിയില്ല അല്ലാഹു തആല. വഅബ്ശിറൂ ബിൽ ജന്നത്തിൽ ലത്തി കുൻതും തുഅദൂൻ, നിങ്ങൾക്ക് ലേശം വിഷമപ്പെടാൻ കഴിഞ്ഞാൽ മഹത്തായ സ്വർഗം എന്ന് നിങ്ങൾക്ക് ഇങ്ങനെ സന്തോഷ വാർത്ത അറിയിച്ചുകൊണ്ടേയിരിക്കും. അതുകൊണ്ട് നിർത്തിയില്ല. നഹ്നു ഔലിയാഉകും ഫിൽ ഹയാത്തി ദുനിയ വഫിൽ ആഖിറ, ഇത് മരിക്കുമ്പോൾ നേരം വിളിച്ചുകൊണ്ടുള്ള സംഗതിയല്ല. ഈ ഐഹിക ജീവിതത്തിലും പാരത്രിക ജീവിതത്തിലും നിങ്ങളുടെ കൈകാര്യകർത്താക്കൾ, നിങ്ങളുടെ കാര്യങ്ങളെ നോക്കി നടത്തുന്ന ആളുകൾ ഞങ്ങളായിരിക്കും. മരിച്ചു നമ്മൾ യാത്ര പോകുമ്പോ, സ്കൂട്ടർ ഓടിച്ചു പോകുമ്പോ കുറെ മാലാഖമാര് നമ്മുടെ കൂടെ ഉണ്ട്, മുന്നിലും പിന്നിലും വലതും ഇടതുമുണ്ട് എന്നൊരു ബോധമുള്ളവനെ സംബന്ധിച്ചിടത്തോളം വേറെ ആത്മവിശ്വാസം ഉണ്ടാവും. പരീക്ഷ എഴുതാൻ പോകുമ്പോ, ഭരണം നടത്താൻ പോകുമ്പോ, വിവാഹം നടത്താൻ പോകുമ്പോ, കച്ചവടം നടത്താൻ പോകുമ്പോ, അതുപോലെ ജീവിതത്തിന്റെ ഏതേത് മേഖലയിലുള്ള ഏത് കാര്യം ചെയ്യാൻ പോകുമ്പോഴും എന്റെ രക്ഷിതാവ് അയക്കുന്ന മാലാഖമാർ എന്റെ കൂടെ ഉണ്ട് എന്ന ദൃഢബോധ്യത്തോടുകൂടി സേഫായി, സെക്യൂറായി, അതായത് സുരക്ഷിതനായി, മൂമിനായി, അതേപോലെ മുസ്ലിമായി കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് യഥാർത്ഥത്തിൽ ജീവിതത്തിലെ ഏറ്റവും വലിയ ആത്മവിശ്വാസം എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു. ഇങ്ങനെ ഒരുപാട് സംഗതികൾ ആഴത്തിൽ അല്ലാഹു തആല പറയും. നമുക്ക് യഥാർത്ഥത്തിൽ അതിനെ ആ രീതിയിൽ നോക്കാനോ കാണാനോ പഠിക്കാനോ അല്ല. നമ്മൾ ഈ ഫർളായ ഇത്തരം കാര്യങ്ങളൊക്കെ വെച്ച് സുന്നത്തിന്റെ അവദാനങ്ങൾ വാടിപ്പുകഴ്ത്തുന്ന രീതിയിലേക്ക് പോയി കഴിഞ്ഞിരിക്കുന്നു. അതുകൊണ്ട് എന്താ, ഇസ്ലാമിനകത്ത് തന്നെ ഒരുപാട് വിഭാഗങ്ങളും അതിനെക്കുറിച്ച് അഭിമാനമുള്ളല്ലോ, അതിന്റെ പിന്നാലെ പോകുകയുമായി സമയം പാഴായിപ്പോയിക്കൊണ്ടിരിക്കുന്നു. ഇത് ഇബ്ലീസിന്റെ പണിയാണ് എന്ന് അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു. തങ്ങളിൽ അടിച്ച് ചിത്രതയുണ്ടാക്കുന്നത് പിശാച് മനുഷ്യ മനസ്സിൽ ദൗർബോധനം ചെയ്യണം. ഇതിന് ശേഷം പറയുന്നു. എന്നിട്ട് അവിടേക്കുള്ള മഹത്തായ അനുഗ്രഹങ്ങളെ കുറിച്ച് അല്ലാഹു സുബ്ഹാനഹു വ തആല അവിടെ പറയുന്നു. വലകും ഫീഹാ മാ തശ്തഹി അൻഫുസുകും വലകും ഫീഹാ മാ തദ്ഉൻ, നിങ്ങൾ എന്ത് കാണും പെണ്ണും എന്ത് കാശിച്ചാലും അതെല്ലാം നാം തരും. നിങ്ങൾ ചോദിക്കാതെ അധികം തരാൻ വേറെയും ചിലത് എന്റെ അടുത്തുണ്ട് എന്ന് പറഞ്ഞു മനുഷ്യനെ ആത്മവിശ്വാസത്തിന്റെ ഉച്ചസ്ഥായി നിർത്തിയിട്ട് സുരക്ഷിതനായി, ഒരു സംരക്ഷിതനായി ഭൂമിയിലൂടെ നടത്തുന്ന അതിബൃഹത്തായ ഈ വാക്യങ്ങൾ അത് അർഹിക്കുന്ന ഗൗരവത്തിൽ പഠിച്ചാലേ, നേരത്തെ പറഞ്ഞ പോലെ കുറച്ച് ബുദ്ധിമുട്ടി പഠിച്ചാലേ അതിന്റെ ആശ്വാസം നമുക്ക് ലഭ്യമാവുള്ളൂ.
അങ്ങനെ ബുദ്ധിമുട്ടി പഠിച്ച് ആശ്വാസം ലഭ്യമാകുന്ന സത്യവിശ്വാസിയുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മളെ ഒഴിവാക്കി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹി ഹംദൻ കസീറൻ തയ്യിബൻ മുബാറകൻ ينبغي لجلال وجهه وعظيم سلطانه سبحانك لا نحصي ثناء كما أثنيت نفسه لك الحمد حتى ترضى. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. أيها الأخوة الأحبة أوصيكم ثانيا بتقوى الله. ഒരിക്കൽ കൂടി സൂക്ഷ്മത എന്ന് പറഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ പഠിച്ച് മനസ്സിലാക്കി പ്രായോഗിക ജീവിതത്തിൽ നടക്കുന്നുണ്ടോ എന്ന് ഉറപ്പുവരുത്തി ജീവിക്കണമെന്ന് നിങ്ങളോട് എന്നോട് ഞാൻ ഉണർത്തുകയാണ്, വസിയത്ത്. കുറച്ചൊരു കഷ്ടപ്പാട് പഠിക്കണ സമയത്ത് ഒരുപാട് പ്രായമായുള്ളൂ. പഠിക്കണമെന്ന് പറഞ്ഞാൽ അവസാനം വരുന്നതാണ് ഉദ്ദേശിച്ചത്. അവസാന ശ്വാസം വരെ പഠിക്കാം. ഒന്ന് മെനക്കെട്ടൊന്ന് പഠിച്ചാൽ അല്ലാഹുവിനോട് ദ്വാരന്നിട്ടാണ് പഠിച്ചത്. നബിയോട് തന്നെയാണ് പറയുന്നത്, പഠിച്ചവൻ എനിക്ക് വിജ്ഞാനം വർദ്ധിപ്പിച്ചരണേ എന്ന് ആദ്യമായി. എന്നിട്ട് ഖുർആൻ എനിക്ക് എളുപ്പമാക്കി തരണേ എന്ന്. എന്നിട്ട് ആ ഖുർആന്റെ ചലിക്കുന്നൊരു മാതൃകയായി എപ്പോഴും എവിടെയും ആത്മവിശ്വാസത്തോടുകൂടി, എവിടെയും സ്വത്വരായി. യഥാർത്ഥത്തിൽ മുഅ്മിൻ എന്ന് പറയുന്നതിന്റെ അർത്ഥം അന്വർത്ഥമാക്കിക്കൊണ്ടൊരു ജീവിതം ദുനിയാവിൽ നമുക്ക് സാധിക്കുന്നു. ആ ഒരു സംഗതിയിലേക്ക് മനസ്സ് വെച്ചാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല അങ്ങോട്ട് കിട്ടും. പക്ഷെ നമ്മളെ ബൽ തുഅ്സിറൂനൽ ഹയാത്തുദ് ദുനിയ, ഇവിടെ ഇങ്ങനെ ഇരിക്കുമ്പോൾ ഈ സംഗതി പ്രസംഗം നിസ്കാരം കഴിഞ്ഞിട്ട് വേണം എനിക്ക് മറ്റത് പോകാൻ എന്ന തലയിൽ ഇങ്ങനെ ചിന്തയുമായി ഒരുപാട് ആളുകളുണ്ടാവും. ഒരു സംശയമില്ല, ഒരുപാട് മനുഷ്യന്മാരാണ്, ഒരുപാട് ആളുകളാണ്. ഇതൊക്കെ യഥാർത്ഥത്തിൽ എനിക്ക് വേണ്ടിയാണെന്ന് തോന്നലുണ്ടാകുന്ന ഒരു തോന്നില്ല. ഓരോരുത്തരുടെ അല്ലാഹുമായിട്ടുള്ള മാനസിക ബന്ധത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആ തൗഫീഖ് അല്ലാഹു തആല. അതൊരു സ്വകാര്യ ഇടപെടലാണ്, വേറൊരുത്തനും ഉണ്ടാക്കി തരാൻ പറ്റില്ല. നമ്മളും നമ്മുടെ രക്ഷിതാവും തമ്മിലുള്ള ഒരു ബന്ധം എല്ലാത്തിൻ്റെയും അപ്പുറമുള്ള സ്നേഹം, എല്ലാത്തിനെയും മാതൃകവിനുള്ള ഒരു കാരുണ്യത്തിന്റെ ഒരു സ്പർശം, അവനെ ധിക്കരിച്ചാലുണ്ടാകുന്ന ഒരു ഭയം, അവനോട് അടുത്തു നിന്നാലുണ്ടാകുന്ന മഹത്തായ പ്രതീക്ഷ, ഇതിങ്ങനെ മനുഷ്യ മനസ്സിൽ മാറിക്കൊള്ളു. ഏത് മേഖലയിലും പ്രവർത്തിച്ചോളൂ, എത്ര വലിയ ആളായാലും ഇവിടെ കെട്ടിയെടുക്കും, ഒരു സംശയം. അപ്പോഴിത് പ്രയോജനകരമായിരിക്കും. ഇപ്പൊ ലേശം ശ്രദ്ധിച്ചാൽ ഭയങ്കര തിരക്കാണ്. ദുനിയാവിൽ നമ്മൾ വെട്ടിപ്പിടിച്ചിട്ട് ഇങ്ങോട്ട് ഉണ്ടാക്കി മക്കൾക്കോട് കൊടുത്തിട്ട് പോകാനുള്ളത്. വല്ലാണ്ട് കഷ്ടപ്പെട്ട് മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കണ്ട, അവര് അധ്വാനിച്ചുണ്ടാക്കണം. കുറഞ്ഞതേ ഉണ്ടാക്കി കൊടുക്കാവുള്ളൂ. അനന്തരാവകാശ സ്വത്ത് ഒരുപാട് ഉണ്ടാക്കി കൊടുക്കേണ്ട കുട്ടികൾ നാശമായി പോകും, ഒരു സംശയമില്ല. അധ്വാനിക്കാതെ ജീവിതം നയിക്കുന്ന ഒരുപാട് പണക്കാരുടെ മക്കളെ നിങ്ങൾ ഒരു ശരാശരി കണക്കൊട്ടു. എല്ലാം ഇങ്ങനെ സ്കൂൾ ഫീഡിങ് നടത്തി കൊണ്ടുപോയി നഴ്സറി കൊണ്ടുപോയി വളർത്തി, അങ്ങനെ മറ്റായ കല്യാണം കഴിച്ചെടുത്ത്, കാറ് കൊടുത്ത്, വീട് കൊടുത്ത്, ഫ്രിഡ്ജ് കൊടുത്ത്, ഭക്ഷ്യം കൊടുത്ത്, മറിച്ചു കൊടുത്ത്, അവസാനം കാപ്പി കിടക്കാൻ നേരത്ത് എനിക്ക് ലണ്ടനിലെ ബീച്ചിലുണ്ട് നിവർത്തിയില്ല പോണം. നമ്മള് സമൂഹത്തിൽ കാണുന്ന ഒരു സംഗതിയാണ്. ഒരുപാടൊന്നും അടുത്ത തലമുറയ്ക്ക് അധ്വാനിച്ചു കൊടുക്കാൻ വേണ്ടി നമ്മൾ ആഹാരം നഷ്ടപ്പെടുത്തേണ്ടെന്ന് വളരെ വ്യക്തമായി നമ്മളെ താക്കീത് ചെയ്യുക. സ്വന്തം ആഹാരം നഷ്ടപ്പെടുത്തിക്കൊണ്ട് തലമുറയ്ക്ക് സമ്പാദിക്കാൻ നടന്നാൽ നരകത്തിലാവും നമ്മൾ, ഈ കുട്ടികളും നാശത്തിലാവും, ഒരു സംശയവും വേണ്ട. അല്ലാഹു സുബ്ഹാനഹു വ തആല ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നടക്കുന്നവന് അങ്ങനെ വല്ലാണ്ട് വെട്ടിപ്പിടിക്കാൻ സമയം ഉണ്ടാവില്ല. അവന് കൃത്യമായി സക്കാത്ത് കൊടുക്കണം, അവന് സക്കാത്തിന്റെ അപ്പുറം കുടുംബക്കാരെ സഹായിക്കണം. അപ്പൊ ഒരുപാടൊന്നും ഭൗതിക ജീവിതത്തിൽ സമ്പാദിച്ചിട്ട് രക്ഷപ്പെട്ടുകളയാമെന്ന് ആരും വിചാരിക്കേണ്ടതില്ല. ഒരു നിശ്ചിത അളവിൽ മാത്രമേ ഒരാൾ സത്ത് സമ്പാദിച്ചാൽ കൈവെക്കാൻ പറ്റുള്ളൂ, ബാക്കിയുള്ളത് മറ്റുള്ളവർ കൊടുക്കണം എന്നല്ല പറഞ്ഞാൽ, അല്ലെങ്കിൽ കൊടുക്കാത്തതിന്റെ പേരിൽ അവിടെ പതിക്കൂട്ടിൽ നിൽക്കേണ്ടി വരും. അപ്പൊ ഈ അധ്വാനം ഉണ്ടല്ലോ, ഈ കഷ്ടപ്പെട്ട അധ്വാനം, ആരോഗ്യങ്ങളും സമയവും കളഞ്ഞ്, പഠിക്കാനുള്ള നേരവും കളഞ്ഞ്,
സ്വന്തം ആഖിറത്തിന് വേണ്ടി ഒന്ന് സുബ്ഹാനല്ലാഹ് 33 പ്രാവശ്യം ചെല്ലാം. നേരല്ലേ എന്താ തിരക്ക്, കട തുറന്നില്ലെങ്കിൽ പ്രശ്നമാണ്. അതായത് ബാലൻസ് കുറയും. ഈ ഒരു ഞാൻ പറഞ്ഞ കേട്ടോ, അല്ല പറഞ്ഞതാ, ഈ ഭാഷയിലല്ല, അറബിയിൽ വേറെ കുളത്തിലാ പറഞ്ഞത്, ഞാൻ മലയാളത്തിൽ പറഞ്ഞിട്ടുള്ളൂ. നിങ്ങളെപ്പോഴും ഐഹിക ജീവിതമാണ് നിങ്ങൾ പ്രിഫർ ചെയ്യുന്നത്. കാര്യം മനസ്സിലാക്കണം. നിങ്ങൾക്ക് എന്നും അവശേഷിക്കുന്ന ഒരു പെർമനന്റ് ലൈഫ് ഉണ്ട്. അതാണ് നിങ്ങൾക്ക് ആശ്വാസമുള്ളത്. ആഹാരം അല്ല തരുന്നതാണ്, വിഭവങ്ങൾ അല്ല തരുന്നതാണ്. നാം ആർത്തിയോടെ പാഞ്ഞുണ്ടാക്കി ഉണ്ടാവണതല്ലോ, പരീക്ഷണാർത്ഥം. നമ്മൾ അതിലേക്ക് ആർദ്രാണികൾ പറയേണ്ട പറ്റത്തില്ല. എല്ലാം ഞാൻ തുറന്നു കെട്ടി കൊടുക്കും, പിന്നെ ഒരാറ്റ പിടുത്തണ്ടാണ് പിടിക്കും എന്നും പറഞ്ഞു. അപ്പൊ അതുകൊണ്ട് അല്ലാഹു സുബ്ഹാനഹു ഈ പ്രൊവിഷനെ കുറിച്ച്, റിസ്കിനെ കുറിച്ചും അവർ തന്നെ പ്രൊവിഷനെ കുറിച്ച് ബേജാറാണ്ട് ആത്മവിശ്വാസമില്ലാത്തതുകൊണ്ടാണ്. അല്ലാഹുവാണ് ധനത്തിന്റെ അധിപൻ, ജീവന്റെ അധിപനും അല്ലാഹുവാണ്, ജീവിതത്തിന്റെ അധിപനും അല്ലാഹുവാണ്. എനിക്ക് ഭാര്യ ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, വീടുണ്ടെങ്കിൽ, സൗഭാഗ്യങ്ങളുണ്ടെങ്കിൽ അതിന്റെ അധിപൻ ഞാനല്ല, അല്ലാഹുവാണ്. ഒരു താൽക്കാലികമായി ഉപയോഗിക്കാനും ആസ്വദിക്കാനും എനിക്ക് നൽകിയതാണ്. അത് അതിന് ചില നിയമങ്ങളുണ്ട്. അതിന്റെ അപ്പുറം ഞാൻ രക്ഷിതാവിനെ വിസ്മരിച്ച് അതിന്റെ പരിപോഷണത്തിന് വേണ്ടി നടന്നാൽ കഠിനമായി ശിക്ഷിക്കപ്പെടുന്ന നഷ്ടത്തിലായിരിക്കും ഞാൻ എത്തുക എന്നൊരു ബോധം, അതും വിശ്വാസത്തിന്റെ ഭാഗമാണ്. ഈമാൻ കാര്യങ്ങൾ എണ്ണുമ്പോൾ നരകം കൊണ്ട് വിശ്വസിക്കുന്ന, സ്വർഗം കൊണ്ട് വിശ്വസിക്കുന്ന അടിത്തടിയിൽ അത് അനിവാര്യമാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. അപ്പൊ അതുകൊണ്ട് ഓരോരുത്തരെ സംബന്ധിച്ചിടത്തോളം അവരവർക്ക് വേണ്ടി ഉണ്ടാക്കണം. ഭാരം ചുമക്കുന്ന ഒരാളും മറ്റൊരാളിന്റെ ഭാരം ചുമക്കില്ല. അവനവന്റെ ഭാരം. മക്കളെയും കുടുംബക്കാരെയും ഒക്കെ നമ്മളത് ഏൽപ്പിച്ചു തന്നെയാണ്. ഉത്തരവാദിത്വം നിർവഹിക്കേണ്ടതെന്നും പറയണ്ട, നിർവഹിക്കണം, കൃത്യമായും ഭംഗിയായും നിർവഹിക്കണം. പക്ഷേ അല്ലാഹുവിനെ സ്മരിച്ചുകൊണ്ടുള്ള നിർവഹണത്തിനെ ബർക്കത്ത് തരും. يا أيها الذين آمنوا لا تلهكم أموالكم ولا أولادكم عن ذكر الله ومن يفعل ذلك فأولئك هم الخاسرون. അല്ലയോ വിശ്വാസികളെ, മക്കളും സന്താനങ്ങളും സമ്പത്തുകളൊക്കെ നിങ്ങൾ അല്ലാഹുവിനെ ശ്രദ്ധിച്ചാൽ നഷ്ടകാരികളായി പോകും. ഫഅൗലൈക ഹുമുൽ ഖാസിറൂൻ, അവരാണ് നഷ്ടകാരികൾ. അപ്പോൾ നമ്മൾ ചോദിക്കും, ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക, അല്ലാഹു പറഞ്ഞതും ഞാനും തമ്മിലുള്ള ബന്ധം, ഞാൻ നഷ്ടകാരികൾ പെടുമോ ഇല്ലേ എന്ന് ഓരോരുത്തരും അവനവന്റെ ചിന്തയും പ്രവർത്തനവും കാര്യങ്ങളും സമയം ചെലവഴിക്കണം. ഒക്കെ 4 മണിക്കൂർ പത്രം വായിക്കാം, ഒരു 4 മിനിറ്റ് ഖുർആൻ പറഞ്ഞാൽ പത്രമില്ലെങ്കിൽ രാജ്യത്തിന്റെ പോക്കറിയാൻ പറ്റില്ലല്ലോ. പക്ഷെ 5 മിനിറ്റ് രാവിലെ ഖുർആൻ ഓതിയിട്ട് അതെന്താണ് പറഞ്ഞത്, അത് ഒരു മെസ്സേജാണ്. പത്രം വായിക്കുമ്പോൾ തിരിയും ഇവിടെ എന്ത് എങ്ങനെയാന്നൊക്കെ ഉള്ളത്. പക്ഷെ ഖുർആൻ വായിച്ചാലോ തിരിയോ? എത്ര തിരിയും? ഒരു പത്രം വായിക്കുന്ന ഒരു ലാഘവത്തോടുകൂടിയെങ്കിലും ഖുർആൻ വായിക്കാനുള്ള ഒരു മനസ്സിൽ സത്യവിശ്വാസിക്കുന്നത് എന്തുകൊണ്ടുണ്ടാകുന്നില്ല എന്നുള്ള നമ്മൾ നമ്മെ സംബന്ധിച്ച് ആലോചിച്ച് സ്വയം ലജ്ജിക്കേണ്ടിയിരിക്കും. ഒരു പേര് ഖുർആൻ വായിച്ചു, ഒന്നും തിരിയില്ല. 4 പേര് പത്രം വായിച്ചു, എല്ലാം തിരിയും, കുതന്ത്രങ്ങളും മനസ്സിലായി. അപ്പൊ നമ്മൾ എവിടെ നിൽക്കുന്നു എന്നുള്ളത് നമ്മളൊന്ന് മനസ്സിലാക്കണം. മാറ്റിയേ പറ്റൂ, മാറ്റണം. ഞാനത് മാറ്റുമെന്ന് നീ തൂക്കുക. ഈ അല്ലാഹുവിന്റെ ഖുർആനിലൂടെ ഞാൻ ഇറങ്ങി ചെല്ലും, അത് എന്നെ കൈപിടിച്ചുകൊണ്ടുപോകും എന്നൊരു ബലം, വിശ്വാസം, സത്യവിശ്വാസം ഉണ്ടെങ്കിൽ. ഇല്ലെങ്കിൽ ആ ഇക്റാഹ ഫിദ്ദീൻ, യാതൊരു നിർബന്ധമില്ല. ഇവിടെ ആളെ കൂടെ പ്രശ്നമില്ല. പഠിച്ചോന്ന് ഇഷ്ടമുള്ളവന് വിശ്വസിക്കുക, ഇഷ്ടമുള്ളവനെ നിഷേധിക്കുകയും ചെയ്യാം. പക്ഷെ വിശ്വാസിയാണെന്ന് പറഞ്ഞ് നടക്കുമ്പോ പിന്നെ കുരുത്തക്കേട് എനിക്ക് അല്ലാഹു സുബ്ഹാനഹു വ തആല സംബന്ധിക്കുന്നത്. അപ്പൊ ഓരോരുത്തരും ആത്മപരിശോധന നടത്തേണ്ട ഒരു സംഗതിയാണ്. അത് വെള്ളിയാഴ്ച ഇവിടെ വരുമ്പോൾ തന്നെ മുഴുവനും കൂടെ അങ്ങോട്ട് പറഞ്ഞു തരാമെന്നില്ല, വളരെ കുറഞ്ഞത്. ഇപ്പൊ തന്നെ ഓരോരുത്തർ വായിച്ചൊക്കെ തുടങ്ങിയാണ്. ഓരോ ഇങ്ങനെ വിശദമായിട്ട് പറയുന്നത് ഇത്ര സമയം കിടന്നുള്ളതാണ് നോക്കിയത്. അപ്പൊ അതുകൊണ്ട് വളരെ ഗൗരവമാണ്. ഓരോരുത്തരെയും ജീവിതത്തെ ബാധിക്കുന്നതാണ്, ഭാവിയെ ബാധിക്കുന്നതാണ്. ഓരോരുത്തരെയും സ്വർഗ നരകങ്ങളുടെ കാര്യമാണ്, എന്റെയും നിങ്ങളുടെയും. അതുകൊണ്ട് ഇതിൽ വളരെ ആഴത്തിൽ തന്നെ ചിന്തിക്കുകയും ഗ്രഹിക്കുകയും ജീവിതത്തിന്റെ വിജയം ഏതാണെന്ന് മനസ്സിലാക്കി പ്രവർത്തിക്കുകയും ചെയ്യണം. അതിന് കാരുണ്യവാനായ തമ്പുരാൻ നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നല്ലാഹ മലായികതഹു യുസല്ലൂന അലൻ നബി യാ അയ്യുഹല്ലദീന ആമനൂ സല്ലു അലൈഹി വസല്ലിമു തസ്ലീമാ
اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم في العالمين إنك حميد مجيد. اللهم ارض عن أبي بكر وعمر وعثمان وعلي حمزة والعباس والحسن والحسين من بقية أصحاب رسول الله أجمعين. കരുണ്യവാനായ തമ്പുരാനെ എല്ലാവരും ഞങ്ങളുടെ മാതാപിതാക്കന്മാർ, സഹോദരങ്ങൾ, ഭാര്യസന്താനങ്ങൾ, സുഹൃത്തുക്കൾ, മിത്രകൾ, മറ്റു കുടുംബക്കാർ മുഴുവൻ സത്യവിശ്വാസികൾ, മുൻകാല സത്യവിശ്വാസികൾ എല്ലാവരും തമ്പുരാനെ നാഥ ഞങ്ങളിൽ നിന്ന് മുന്നേ നിന്നിലെത്തിയ ആൾക്കാരുടെ ഖബറുകളെ സ്വർഗ പൂങ്കാവനങ്ങളുള്ള പൂങ്കാവനങ്ങളാക്കി മാറ്റിക്കൊടുക്കണേ തമ്പുരാനെ. അകലങ്ങളിലുള്ള ഞങ്ങളുടെ വേണ്ടപ്പെട്ടവർ ഹിദായത്തും തഖ്വയും ഇസ്തിഖാമത്തുള്ള ജീവിതം നൽകി അനുഗ്രഹിക്കണേ നാഥ. നാഥ ഞങ്ങളുടെ സന്താനങ്ങൾ സന്തതികളിൽ നന്മ വർദ്ധിപ്പിച്ചിരുന്നു തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിലുള്ള രോഗങ്ങളും ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും കഷ്ടപ്പാടുകളും നീ മാറ്റിത്തരണേ തമ്പുരാനെ. ഞങ്ങളുടെ ഇടയിലുള്ള രോഗികൾക്ക് നീ എത്രയും പെട്ടെന്ന് ശിക്ഷ കൊടുക്കണേ തമ്പുരാനെ. ഞങ്ങളുടെ സാമ്പത്തിക ഇടപാടുകളും അല്ലാത്ത എല്ലാ ജീവിത ഇടപാടുകളും ഈ ഹൈറും ബർക്കത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഈ ഖുർആൻ യഥാവിധി മനസ്സിലാക്കാനും അത് ജീവിതത്തിൽ പകർത്താനും സത്യവിശ്വാസത്തിന്റെ ചൈതന്യം ആസ്വദിച്ചുകൊണ്ട് തന്നെ ഇവിടെ നിന്ന് നിന്നിലേക്ക് മടങ്ങി വരാനുള്ള തൗഫീഖ് നൽകണേ തമ്പുരാനെ. സക്കറാത്തുൽ മൗത്തിന്റെ വേദന നിങ്ങൾക്ക് ആശ്വാസപ്രദമാക്കി തരണേ തമ്പുരാനെ. ഞങ്ങളുടെ കബറിടങ്ങളെ പ്രകാശപരിതങ്ങളാക്കി മാറ്റണേ തമ്പുരാനെ. നരകശിക്ക് ഞങ്ങളെ കാക്കണേ നാഥ. സ്വർഗത്തിൽ ഫിർദൗസിൽ നിന്റെ കാലതകേറിക്കണേ നാഥ. കാരുണ്യവാനായ തമ്പുരാനെ, ഈ പ്രാർത്ഥന തട്ടിക്കളയാതെ സ്വീകരിച്ചു ഉത്തരം നൽകി അനുഗ്രഹിക്കണേ നാഥ. എപ്പോഴും പ്രാർത്ഥനാ നിരതമായ ഒരു ജീവിതം നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم أعز الإسلام والمسلمين. اللهم انصر أعمال المجاهدين في كل أماكن الأرض يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. وآخر دعوانا الحمد لله رب العالمين.